ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. എൽദോ നുഹ്റോ എന്ന ഈ നോമ്പ് ധ്യാന പരമ്പരയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാകുന്നു. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് 18 to 25. കുറിവാക്യങ്ങളായി 19-24 വാക്യങ്ങൾ വായിക്കുന്നു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവൻ മനസ്സിലാകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. 24-ാമത്തെ വാക്യം, യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. യോസഫിനോടുള്ള അറിയിപ്പിനെ ധ്യാനിക്കുന്ന വേദഭാഗമാകുന്നു. യേശുവിൻ്റെ വളർത്തുപിതാവായ യോസഫിനെ പറ്റി അധികം പരാമർശങ്ങളൊന്നും വേദപുസ്തകത്തിൽ നമ്മളങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കഥാപാത്രങ്ങൾ ഒന്നുകൂടെയാണ് യോസഫിൻ്റേത്. നമ്മൾ ധ്യാനിക്കുന്ന ഈ വേദഭാഗത്തെ ആസ്പദമാക്കി 3 ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, നീതിമാനായ യോസഫ്. യോസഫിനെ വേദപുസ്തകം നമ്മുടെ മുൻപാകെ പരിചയപ്പെടുത്തുന്നത് യോസഫ് നീതിമാനായിരുന്നു എന്നാണ്. നിയമം അനുസരിക്കുന്ന ഒരുവനെയാണ് നമ്മൾ നീതിമാനെന്ന് വിവരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. യോസഫിൻ്റെ ജീവിതം നോക്കുമ്പോൾ നിയമം അനുസരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. മതപ്രകാരമുള്ള നിയമങ്ങളൊക്കെയും അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പതിവ് പോലെ ആണ്ടുതോറും യെരുശലേമിലേക്ക് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. പതിവ് പോലെ പെരുന്നാളുകൾ പങ്കെടുക്കുവാൻ വേണ്ടി യെരുശലേമിലേക്ക് പോയി എന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മതപരമായ തൻ്റെ കടമകളൊക്കെ നിർവഹിക്കുന്ന, ആ നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് യോസഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാർക്കുന്ന ദേശത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഗസ്തോസ് കൈസർ പേർവഴി ചേർത്തുവാനുള്ള ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ അതനുസരിക്കുന്നതിൻ്റെ ഭാഗമായി ഗലീലയിലെ നസ്രത്തിൽ നിന്ന് തൻ്റെ കുടുംബവുമൊത്ത് യഹൂദിയിലെ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്ന യോസഫിനെയും നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് മതപരമായ നിയമങ്ങളും രാജ്യത്തിൻ്റെ നിയമങ്ങളും അനുസരിക്കുന്ന ഒരു വ്യക്തിയെ സ്വാഭാവികമായി നീതിമാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. എന്നാൽ നമ്മളിന്ന് ധ്യാനിക്കുന്ന വേദഭാഗത്ത് അതിൽ നിന്നൊക്കെയും വിഭിന്നമായ ഒരു കാര്യമാണ് കാണുന്നത്. യോസഫും മറിയയും വിവാഹനിശ്ചയം കഴിഞ്ഞ ആളുകളാണ്. യഹൂദ ആചാരപ്രകാരം വിവാഹനിശ്ചയം കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിവാഹം നടക്കുന്നത്. എന്നാൽ ഈ ഒരു ഇടവേളയുടെ കാലഘട്ടത്തിലാണ് യോസഫ് മറിയ ഗർഭിണിയാണ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, നിയമം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യോസഫിന് മുൻപാകെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ന്യായപ്രമാണ പുസ്തകങ്ങളിൽ പറയുന്ന നിയമത്തിൻ്റെ വഴിയാണ്. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേണമെങ്കിൽ അതിന് പ്രകാരം യോസഫിന് മറിയെ വ്യഭിചാരക്കുറ്റം ചുമത്തുകയും ഒരു പബ്ലിക് ഹ്യൂമിലിയേഷന് വിധേയയാക്കുകയും കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിട്ടുകൊടുക്കുകയും ചെയ്യാം. എന്നാൽ യോസഫ് അതിന് മുതിരുന്നില്ല. യോസഫ് ഇവിടെ നിയമം അനുസരിക്കുന്നില്ല. അങ്ങനെ നിയമം അനുസരിക്കാത്തൊരു വ്യക്തിയെ വേദപുസ്തകം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുകയാണ്. എന്താണ് നീതിമാൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. നീതിമാൻ എന്നുള്ളതിന് ഡിക്കായോസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന പദം. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഹാവിങ് എ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്, അഡ്ഹെയറിങ് ടു ഗോഡ്സ് ലോസ് ആൻഡ് ലിവിങ് എ ലൈഫ് റിഫ്ലക്റ്റിംഗ് ഗോഡ്സ് ക്യാരക്ടർ. ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുകയും ദൈവിക സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നീതിമാൻ എന്നുള്ള വാക്കുകൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത്. നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്ന യോസഫിനെ കാണുന്നുണ്ട്. 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ ചെയ്തു. യോസഫിൻ്റെ സ്വഭാവത്തിൽ ദൈവിക സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലായേ യോസഫ് അവളെ കർത്താവിൻ്റെ വാക്കനുസരിച്ച് കരുണ കാണിച്ച് ചേർത്ത് കൊള്ളുവാൻ തയ്യാറാകുകയാണ്. നിയമത്തിൻ്റെ നീതിക്കുമൊക്കെ അപ്പുറമായി ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് അവളെ ചേർത്ത് കൊള്ളുവാൻ, അവളോട് കരുണ കാണിക്കുവാൻ യോസഫ് മുതിരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം തൻ്റെ സ്വഭാവത്തിൽ വിളങ്ങുകയും ചെയ്തതിലൂടെ അർത്ഥശങ്ക കൂടാതെ തന്നെ യോസഫിനെ നമുക്ക് നീതിമാൻ എന്ന് പറയുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി നമ്മൾ നിശബ്ദനായ യോസഫിനെയാണ് കാണുന്നത്. തിരുവചന രേഖകളിലൊന്നും തന്നെ യോസഫിൻ്റെ വാക്കുകൾ നമ്മൾ കാണുന്നില്ല, വാക്കുകൾ രേഖപ്പെടുത്തി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ യോസഫിനെ ദി സൈലൻറ്റ് റൈച്ചസ് എന്നാണ് വേദപുസ്തക പഠിതാക്കളൊക്കെ വിശേഷിപ്പിക്കുന്നത്, നിശബ്ദനായ നീതിമാൻ. എന്നാൽ യോസഫിൻ്റെ നിശബ്ദത നമ്മളെ വെല്ലുവിളിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ പൗരുഷത്തെ, ആണത്തത്തെയൊക്കെയും വിശേഷിപ്പിക്കുന്നത് സംതിങ് ലൗഡ് എന്നുള്ള നിലയിലാണ്. ഇങ്ങോട്ടൊരു ചോദ്യം വന്നാൽ തിരിച്ച് 4 പറഞ്ഞാൽ അത് ആണത്തമാണ് എന്ന്
നമ്മൾ കരുതുന്ന കാലഘട്ടത്തിലാണ്. മിണ്ടാതിരിക്കുന്നത് ഭീരുത്വമാണ് എന്ന് കരുതുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ യോസഫിൻ്റെ നിശബ്ദത നമ്മളെ വെല്ലുവിളിക്കുകയാണ്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ആകുലതയുടെ മധ്യത്തിൽ നിശബ്ദതയിലൂടെയാണ് യോസഫ് പ്രതികരണം സൃഷ്ടിക്കുന്നത്. പ്രതിസന്ധിയിൽ പ്രതികരണം സൃഷ്ടിക്കാതെ പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന, അതനുസരിക്കുന്ന യോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-24 വാക്യത്തിൽ, ഇന്നത്തെ നമ്മുടെ ധ്യാനിക്കുന്ന വേദഭാഗത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: യോസഫ് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. നിശബ്ദനായി ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നു. യോസഫിൻ്റെ ഈ നിശബ്ദതയെ, യോസഫ് മിണ്ടാതിരിക്കുന്നതിനെ യേശുവിൻ്റെ മൗനവുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യാവുന്നതാണ്. നിശബ്ദനായ നീതിമാനായ യോസഫ് വളർത്തിയ നീതിമാനായ മകനും നിശബ്ദനായിരിക്കുന്ന രംഗം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിലാണ്. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിശബ്ദനായിരിക്കുന്ന യേശുവിനെ കാണുന്നു. തൻ്റെ മൗനത്തിലൂടെയാണ് യേശു അവിടെ ചരിത്രം സൃഷ്ടിക്കുന്നത്. ന്യായാധിപ സംഘത്തിലുള്ളവരെല്ലാം യേശുവിൻ്റെ ചുറ്റും കൂടി കുറ്റം ആരോപിക്കുന്നുണ്ട്. ഒടുവിലായി അവർ ചോദിക്കുന്നു, നിനക്ക് ഒരു ഉത്തരവും പറയാനില്ലയോ? യേശുവിൻ്റെ മറുപടി മൗനമായിരുന്നു. നമ്മൾ വായിക്കുന്നു, യേശുവോ മിണ്ടാതെയിരുന്നു. തൻ്റെ മൗനത്തിൽ കൂടെയാണ് യേശു അവിടെ മറുപടി പറയുന്നത്. വാക്കുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, സംസാരിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല, നിശബ്ദതയിൽ കൂടെ തൻ്റെ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന മൗനത്തെ നമ്മളിവിടെ കാണുകയാണ്. നിശബ്ദനായ യോസഫ്. മൂന്നാമതായി നിലപാടെടുക്കുന്ന യോസഫ്. യോസഫ് നിലപാട് കൊണ്ട് വ്യത്യസ്തനാണ്. തനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് ഉറക്കത്തിലാണ്, സ്വപ്നത്തിലാണ് കാണുന്നത്. അപ്പോൾ വേണമെങ്കിൽ യോസഫിന് മുൻപാകെ ഒരു ഓപ്ഷനുണ്ട്. ഇത് സ്വപ്നമല്ലേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയെ തള്ളിക്കളയാവുന്നതാണ്. എന്നാൽ യോസഫ് അതിന് മുതിരുന്നില്ല. നീതിമാൻ എന്ന സൽപ്പേരും ദാവീദ് കുലത്തിൽ പിറന്നവൻ എന്ന കുലമഹിമയും ഒക്കെയും യോസഫിൻ്റെ മുൻപാകെയുണ്ട്. എന്നാൽ അതുകൊണ്ട് തന്നെ വളരെ മാന്യമായ ഒരു തീരുമാനത്തിലേക്ക് യോസഫ് എത്തുകയാണ്: നിഗൂഢമായി മറിയെ ഉപേക്ഷിക്കുക. അപ്പോഴാണ് ഉറക്കത്തിൽ കർത്താവിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനാകുന്നത്. അതിനുശേഷം യോസഫ് തൻ്റെ തീരുമാനം മാറ്റുകയാണ്. മറിയെ ചേർത്തുകൊള്ളുക എന്ന നിലപാട് യോസഫ് എടുക്കുന്നു. പ്രതിച്ഛായ ഭയം കൂടാതെ യോസഫ് ഈ നിലപാടെടുക്കുകയാണ്. തൻ്റെ കുലമഹിമയും നീതിമാൻ എന്നുള്ള പേരും അതിന് ഭംഗം സൃഷ്ടിക്കുമോ എന്ന ഭയം യോസഫിനുണ്ടാകുന്നില്ല. മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്ന് യോസഫ് ആകുലപ്പെടുന്നില്ല. യോസഫ് നിലപാടെടുക്കുകയാണ്, മറിയെ ചേർത്തുകൊള്ളുകയാണ്. യോസഫിൻ്റെ മുൻപാകെ മറിയ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ 3 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അവൾക്ക് ലോകാപവാദം വരുത്തുന്ന തരത്തിൽ നിയമം പറയുന്നത് പോലെ അവളെ എക്സ്പോസ് ചെയ്യുകയും വ്യഭിചാര കുറ്റം ചുമത്തുകയും കല്ലെറിയുവാൻ അവളെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒന്നാമത്തെ ഓപ്ഷൻ. യോസഫ് അതിന് മുതിരുന്നില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ കാണുന്നുണ്ട്. 2, യോസഫ് ആദ്യം എടുക്കുന്ന ഒരു തീരുമാനമാണ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കുക. വളരെ മാന്യമായ ഒരു തീരുമാനം. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി കഴിയുമ്പോൾ യോസഫ് ആ തീരുമാനത്തിൽ നിന്നും മാറി ഉറച്ച നിലപാടിലേക്ക് പോകുകയാണ്. തൻ്റെ ഇമേജിനെ റിസ്ക് ചെയ്തുകൊണ്ട് നീതിമാൻ എന്നുള്ള സൽപ്പേരിനെയും കുലമഹിമയും പ്രസ്റ്റീജിനെയൊക്കെ റിസ്ക് എടുത്തുകൊണ്ടാണ് യോസഫ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. മറിയെ ചേർത്തുകൊള്ളുക എന്നുള്ള തീരുമാനം. ഒരുപക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം നിയമത്തിൻ്റെ വഴി യോസഫിനോട് പറയുന്നത് പുറം തള്ളുവാനും വിദ്വേഷം നിറഞ്ഞതുമായ വിവേചനത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എങ്കിൽ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് യോസഫ് നിലപാടെടുക്കുമ്പോൾ സ്നേഹത്തിൽ ഉൾച്ചേരുന്ന സ്വീകരിക്കുന്ന നിലപാടാണ് യോസഫ് തിരഞ്ഞെടുക്കുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ വാക്കല്ല, ദൈവത്തെ അനുസരിപ്പാനാണ് നിയോഗമെന്ന് തിരിച്ചറിയുമ്പോൾ ഉറച്ച നിലപാടെടുക്കാൻ യോസഫ് തയ്യാറാകുന്നു. ഒരുപക്ഷേ ഇന്നും ഒട്ടും വ്യത്യസ്തമായ കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ലൈക്കിലൂടെയും ഷെയറിലൂടെയും നമ്മുടെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരിയായി ദൈവത്തെ അനുസരിക്കുന്നതാണ് നിയോഗമെന്ന തിരിച്ചറിവിൽ നിലപാടെടുക്കാൻ മറക്കരുതെന്നും നിലപാടെടുക്കാൻ മടിക്കരുതെന്നും യോസഫ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 3 ചിന്തകളാണ് പങ്കുവച്ചത്. 1, നീതിമാനായ യോസഫ്. 2, നിശബ്ദനായ യോസഫ്. 3, നിലപാട് എടുക്കുന്ന യോസഫ്. നിയമത്തിൻ്റെ നീതിയേക്കാൾ ദൈവനിയോഗം അനുസരിക്കുന്നതിലൂടെയും ദൈവിക സ്വഭാവം കരുണ എന്ന നിലയിൽ തൻ്റെ സ്വഭാവത്തിലൂടെ വെളിവാക്കുന്നതിലൂടെയും നീതിമാനായ യോസഫ് നമ്മളെ വെല്ലുവിളിക്കുന്നു. പ്രതിസന്ധിയിൽ പ്രതികരണം സൃഷ്ടിക്കാതെ പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവശബ്ദം കേൾക്കുവാൻ നിശബ്ദനായ യോസഫ് നമ്മളെ വെല്ലുവിളിക്കുന്നു. ഭൂരിപക്ഷത്തിൻ്റെ വാക്കുകൾക്കനുസരിച്ചല്ല, ദൈവത്തെ അനുസരിക്കുന്നതാണ് നിയോഗമെന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ പ്രകാരം നിലപാടെടുക്കാൻ മറക്കരുതെന്നും
മടിക്കരുതെന്നും നിലപാടെടുക്കുന്ന യോസഫും നമ്മളെ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.